നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നീടാ, തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാ. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നീടാ, തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാ. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ, ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാം, വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂമിയിലുയർത്താൻ സ്നേഹമോടണയാം, വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടാം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ ഉപവാസത്തിനും പരിത്യാഗ പ്രവൃത്തികൾക്കും നോമ്പ് പോലുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇതൊരു ആത്മീയ വിശ്രമത്തിൻ്റെ കാലമാണ്, ഇതൊരു സൗഖ്യപ്പെടലിൻ്റെ കാലമാണ്. ഉപവാസവും നോമ്പുമൊക്കെ എങ്ങനെയാണ് ഒരു വിശ്രമമായി മാറുന്നത്? യഥാർത്ഥത്തിൽ വിശ്രമം എന്നതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചിന്തിച്ചാൽ നമുക്കിതിൻ്റെ ആഴം മനസ്സിലാകും. ഈശോ പറയുന്നുണ്ട്, ഉപവാസത്തെക്കുറിച്ച് അവൻ പറയുമ്പോൾ മലയിലെ പ്രസംഗത്തിൽ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വികൃതമാക്കരുത്, നിങ്ങളുടെ മുഖത്ത് സന്തോഷമില്ലാതിരിക്കരുത്. എന്നിട്ട് ഈശോ പറയും, നിങ്ങൾ സുഗന്ധം പൂശിയും മുടി ചീകിയും പ്രസാദത്തോടു കൂടി നടക്കുക. അപ്പോൾ ഉപവാസം എന്നത് മാറ്റിവെക്കേണ്ട ഒന്നോ ഭയപ്പെടേണ്ട ഒന്നോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടന്നു തീർക്കേണ്ട വഴികളോ അല്ല. ഇതൊരു സന്തോഷത്തിൻ്റെയും നന്മയുടെയും വളർച്ചയുടെയും ക്രിയാത്മകതയുടെയും കാലമാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഈ വിശ്രമം എന്ന രീതിയിൽ വേണം ഇതിനെ കാണാനായിട്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഏതെങ്കിലും തരത്തിൽ രോഗിയായ ഒരാൾ ആശുപത്രിയിൽ അല്ലെങ്കിൽ വീട്ടിൽ വിശ്രമിക്കുന്നു, വാക്ക് ഓർക്കുക, വിശ്രമിക്കുന്നു. അപ്പോൾ നല്ല ഭക്ഷണം, മരുന്ന്, സ്നേഹം, പരിചരണം ഇതെല്ലാം ഉണ്ട്. എന്തിനാണ് ഈ പരിചരണം കൊടുക്കുന്നത്? എന്തിനാണ് നല്ല ഭക്ഷണവും മറ്റ് ഔഷധങ്ങളും ചികിത്സകളുമൊക്കെ കൊടുക്കുന്നത്? നഷ്ടമായ ആരോഗ്യം തിരിച്ചെടുക്കുക. ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടമായി ഈ സാഹചര്യങ്ങളിലൂടെ, ഈ അന്തരീക്ഷത്തിലൂടെ ഈ വ്യക്തിക്ക് നഷ്ടമായ ആരോഗ്യം തിരിച്ചെടുക്കുക. ആത്മീയതയുടെ തലത്തിൽ ചിന്തിക്കുമ്പോൾ നോമ്പുകാലം ഇത്തരമൊരു സൗഖ്യപ്പെടലിൻ്റെ കാലമാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരുപാട് തരം തിന്മയുടെ സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മിക്കവാറുമൊക്കെ ഒപ്പുകടലാസ് എന്നതുപോലെ ചുറ്റുപാടുമുള്ള തിന്മയുടെ വികിരണങ്ങളൊക്കെ നമ്മിലേക്കാണ് വരുന്നത്. അതിൻ്റെ ഫലമായി ആദിമവിശുദ്ധിയും ദൈവത്തോടുള്ള പ്രതിബദ്ധതയും അല്ലെങ്കിൽ വചനത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹവുമൊക്കെ ക്രമേണ നഷ്ടമാകും. അങ്ങനെയാണ് ഒരു ആത്മീയ മനുഷ്യൻ ക്ഷയിച്ചു തുടങ്ങുന്നത്. നമുക്ക് തന്നെ സ്വയം പരിശോധന നടത്തിയാൽ അറിയാം, നല്ലൊരു കുമ്പസാരം അല്ലെങ്കിൽ കുദാശയുടെ സാഹചര്യം ഒക്കെ സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ ആത്മീയമായ നിറവോടുകൂടി ജീവിതത്തിലേക്ക് ഇറങ്ങുന്നു, ജോലി സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു, വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ സാധാരണ പോലെ ജീവിച്ചു തുടങ്ങുന്നു, ഒരു നല്ല ധ്യാനത്തിൽ കൂടിയിട്ട് തിരിച്ചു വരുന്നു. എത്ര നാൾ ഈ ഒരു കൃപയും ഈ ഒരു ചൈതന്യവും നമ്മിൽ ജീവസുറ്റതായി നിലനിൽക്കും? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, നാം കാണുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആ നൈർമല്യത്തെയും ആത്മീയതയുടെ വളർച്ചയെയും പതുക്കെ പതുക്കെ കെടുത്തു തുടങ്ങും. ഇങ്ങനെയാണ് മനുഷ്യൻ ദൈവികമായ ഭാവത്തിൽ നിന്ന് മനുഷ്യൻ്റെ പരിമിതി എന്ന താഴ്ചയിലേക്ക് നിപതിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു വിശ്രമം, നോമ്പിൻ്റെ വിശ്രമം നമുക്ക് ആവശ്യമുള്ളത്.
ഇത് ചില കാര്യങ്ങളിൽ ത്യാഗം സഹിച്ചും ചില പരിത്യാഗ പ്രവർത്തികൾ ചെയ്തും ചില സമയങ്ങളിൽ ഉപവാസം എടുത്തും ഇഷ്ടപ്പെട്ട ചില ഭക്ഷണ സാധനങ്ങൾ വർജിച്ചുമൊക്കെയായിട്ടാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന മനോഹരമായൊരു ഉദാഹരണമുണ്ട്. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 8ഉം 9ഉം അധ്യായങ്ങളിൽ പാപം ചെയ്ത അന്യജനതകളോട് ചേർന്ന് ദൈവവുമായിട്ടുള്ള വിശ്വസ്തതയിൽ നിന്ന് വീഴ്ച വരുത്തി ഇസ്രായേൽ ജനം തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴാണ് നേതാക്കന്മാരായ എസ്രയും നെഹമ്യായും അവരെ ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അവരെ ഒരുമിച്ച് ചേർത്ത് ഇരുത്തിയിട്ട് നിയമം വായിക്കുന്നു. 9ആം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിയമം വായിച്ചു കേട്ട് കഴിയുമ്പോൾ ദൈവം പറയുന്ന വാക്കുകൾ അവർ ശ്രവിക്കുമ്പോൾ അവർ കരയും, അവർ ഉപവസിക്കും, അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. ഇവിടെ ഉപവാസം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട്, യഹോവയോടുള്ള വിശ്വസ്തത ഭഞ്ജിച്ചു കഴിഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നകന്നുപോയി മലിനപ്പെട്ട ഒരു ജനമാണ്. ഇനി അവർക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നഷ്ടമായ ആത്മീയ ആരോഗ്യം വീണ്ടെടുക്കണം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2ഉം 3ഉം അധ്യായങ്ങളിൽ നിനവേയിലെ പ്രവാചകന്റെ പ്രസംഗത്തെ ഓർക്കുക. പാപത്തിൽ വീണ് കിടന്നിരുന്ന മലിനപ്പെട്ട ഒരു ജനത, അവരുടെ ഇടയിലേക്ക് ദൈവം പ്രവാചകനെ അയക്കുന്നു. പ്രവചിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങൾ ഈ നഗരം നശിക്കാൻ പോകുന്നു. പാപത്തിൻ്റെ ഭാരനിമിത്തമാണ്, തിന്മയുടെ ആധിക്യ നിമിത്തമാണ്. അപ്പോൾ ആ ജനം ചെയ്യുന്നത്, രാജാവിൻ്റെ നേതൃത്വത്തിൽ ജനം മുഴുവൻ മൃഗങ്ങൾ സഹിതം എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വെളിപ്പെടുത്തലാണ്. അവർ ഉപവസിക്കുന്നു, അവർ ചാക്കൊടുക്കുന്നു, ചാരം പൂശുന്നു, പരിത്യാഗത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം അവരോട് കരുണ കാണിക്കുന്നു. കരുണയുടെ വസന്തം പിന്നെ അവരുടെ മേൽ വെളിപ്പെടുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മിക്കണം, നമ്മളെല്ലാവരും നമ്മുടെ അനുദിന ജീവിതത്തിലെ ഒരുപാട് സാഹചര്യങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഫലമായി തിന്മയിലേക്ക് ചായ്ച്ചിലുകളുള്ളവരാണ്. പലതരത്തിൽ വിദ്വേഷമുണ്ട്, അസൂയയുണ്ട്, തിന്മയുണ്ട്, ആസക്തികളോടുള്ള അഭിനിവേശമുണ്ട്, സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ദുർബലരാണ്. അതാണ് പ്രധാനപ്പെട്ട ചിന്ത. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ എത്രയോ വട്ടം ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ പെരുമാറണ്ടായിരുന്നു, ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നു, അല്പം കൂടി നന്നായി, അല്പം കൂടി പ്രാർത്ഥനാപൂർവം, അല്പം കൂടി ആത്മീയമായ വെളിച്ചത്തിൽ നടക്കേണ്ടതായിരുന്നു. പൗലോസ്ലീഹ പോലും പറയുന്നുണ്ട്, റോമാലേഖനം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ ദുർഭകനായ മനുഷ്യനാണ്. കാരണം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് എൻ്റെ ജീവിതത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇത് സകല മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലം ഇത്തരമൊരു ഒരുക്കത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും കാലമാകണം. നമുക്ക് കുറവുകളുണ്ട്, അംഗീകരിക്കാൻ എന്തിനാണ് മടിക്കുന്നത്? നമുക്ക് ബലഹീനതകളുണ്ട്, തിരുത്തണമെന്ന് മറ്റുള്ളവരും നാം തന്നെയും ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത് സൗഖ്യം ആവശ്യമുള്ള ആത്മീയ ജീവൻ്റെ ഭാവങ്ങളാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തെ അത്തരമൊരു സൗഖ്യപ്പെടലിൻ്റെ കാലമായിട്ടെടുക്കുക. അല്പസമയം നിശബ്ദമായിട്ടിരിക്കാനും പ്രാർത്ഥിക്കാനും ചില പരിത്യാഗ പ്രവർത്തികളൊക്കെ ചെയ്യാനും, അങ്ങനെ ജീവിതത്തിൻ്റെ കുറവുകളെ ഒക്കെ ഒന്ന് കണ്ട് തിരുത്തേണ്ട വഴികളെ ഒന്ന് വിലയിരുത്തി അല്പം കൂടി ദൈവത്തിന് ചേരുന്ന മനുഷ്യരായി ജീവിക്കാനായിട്ട് ഈ നോമ്പിൻ്റെ വിശ്രമകാലത്തിലേക്ക് നാം പ്രവേശിക്കണം. ഇത് വിശ്രമകാലം എന്ന് പറയുമ്പോൾ ഇതിന് അല്പം കൂടി ആഴമുള്ള ഒരു ദൈവശാസ്ത്ര വിശദീകരണം വേണമെങ്കിൽ കണ്ടെത്താം. നോമ്പുകാലം ആരംഭിക്കുന്ന ഞായറാഴ്ചത്തെ സുവിശേഷ വായന നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ മരുഭൂമിയിൽ ഉപവസിക്കുന്നതും പിന്നീട് പ്രലോഭനങ്ങളുടെ മുൻപിൽ എതിരിടുന്നതുമാണ്. 40 ദിവസങ്ങളിലെ നീണ്ട ഉപവാസത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ ആയിരിക്കുന്ന മരുഭൂമിയുടെ അനുഭവത്തിനു ശേഷം അവൻ പ്രലോഭനങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ നോമ്പുകാലം യഥാർത്ഥത്തിൽ ഇതുപോലെ പ്രലോഭനങ്ങളുടെ മുൻപിൽ നിൽക്കാനുള്ള ഒരു കാലമാണ്. നമുക്കറിയാം, ഒരുപാട് പ്രലോഭന സാഹചര്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളിലുണ്ട്. പണ്ടൊക്കെ അത് വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു, പ്രലോഭന സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോഴായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും വീടിൻ്റെ ഉൾമുറിയിലായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സാധാരണ സാഹചര്യങ്ങളിൽ പോലും ഒരുപാട് പ്രലോഭനങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മയോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നാം പരിശ്രമിക്കുന്ന ഒരു കാലമാണ് നോമ്പ്. ഇത് വലിയ ഒരു യുദ്ധത്തിൻ്റെ കാര്യമാണ്.
ഡോസ്റ്റോയെവ്സ്കി എന്ന ലോകപ്രശസ്ത എഴുത്തുകാരൻ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരമസോവ് ബ്രദേഴ്സ് എന്ന നോവലിൽ അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാട്ട സ്ഥലം, യുദ്ധസ്ഥലം എന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ്. ഇവിടെ യുദ്ധം നടക്കുന്നത് തിന്മയും നന്മയും തമ്മിലാണ്. കേൾക്കുമ്പോൾ അതൊരാശയമായി തോന്നിയാലും നമുക്കറിയാം എത്ര സത്യസന്ധമായ ഒരു നിരീക്ഷണമാണത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്ഥലം മനുഷ്യൻ്റെ ഹൃദയമാണ്. നന്മയും തിന്മയും തമ്മിൽ പോരാട്ടം നടക്കുന്ന ഇടം. ഈ പോരാട്ടത്തിനൊടുവിലാണ് വലിയ തിന്മയോ നന്മയോ ഒക്കെ ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. ഈ നോമ്പുകാലം ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ സംഗതി ഇതാണ്: ഏത് പ്രലോഭനങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോഴും, ഏത് പ്രതിസന്ധിയുടെ മുൻപിൽ നിൽക്കുമ്പോഴും രണ്ടു കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ഒന്നാമത്തേത് ദൈവം നിനക്ക് ആരാണ് എന്നതും, രണ്ടാമത്തേത് നീ ഇപ്പോൾ ആരാണ് എന്നതും. എല്ലാ പ്രലോഭനങ്ങളുടെ മുൻപിലും ഈ രണ്ടു കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് സത്യസന്ധമായ ഒരു ആത്മപരിശോധനയിലേക്ക് നാം കടന്നു പോകണം. ദൈവസ്നേഹത്തിന് മുൻപിൽ നിൽക്കാനും പ്രലോഭനങ്ങളുടെ മുൻപിൽ നിൽക്കാനുമൊക്കെയുള്ള ഒരു സത്യസന്ധതയും അതിനു വേണ്ട ഒരു ധൈര്യവും നാം തേടണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ നാം ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നാം യഥാർത്ഥത്തിൽ ആരാണ് എന്നും ദൈവം നമുക്ക് ആരാണ് എന്നും വെളിപ്പെടുത്തി തരും. രണ്ട് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് കണ്ടുപോകാം. ഒന്നാമത്തേത് പത്രോസാണ്. ഈശോ വിചാരണയ്ക്ക് വിധേയനാകുന്ന സമയത്ത് പത്രോസ് അതിന് പുറത്ത് പടയാളികളുടെ ഒപ്പം തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പടയാളി വന്നിട്ട് ചോദിക്കുന്നു, നീ അവൻ്റെ ശിഷ്യനല്ലേ? അവൻ പറയും, ഞാൻ അല്ല. വേലക്കാരി വന്നിട്ട് ചോദിക്കും, നീ അവൻ്റെ ശിഷ്യനല്ലേ? അവൻ പറയും, ഞാൻ അവനെ അറിയുക പോലുമില്ല. അപ്പോൾ ഈ ഒരു ഉത്തരം പറയുന്നതിന് മുൻപ് അവൻ്റെ ഉള്ളൊരു പടക്കളമാകുന്നുണ്ട്. അവനറിയാം താൻ യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ പീഡാസഹനത്തിലേക്ക്, വിചാരണയിലേക്ക് താൻ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് പത്രോസ് ആരാണെന്ന് വെളിപ്പെടും. അവൻ ദുർബലനാണ്, അവൻ ബലഹീനനാണ്, ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാനായിട്ട് പറ്റാത്ത ഒരാളാണ്. പ്രലോഭനത്തിന് മുൻപിൽ അവൻ സ്വയം വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഉദാഹരണം ക്രിയാത്മകമായ ഒരു ഉദാഹരണമാണ്. 16-ാം നൂറ്റാണ്ടിൽ സഹാറ മരുഭൂമിയിൽ താമസ ജീവിതം നയിച്ചിരുന്ന ചാൾസ് ദെ ഫുക്കെ എന്ന വിശുദ്ധൻ പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം പറയും, ഞാൻ ഈ മരുഭൂമിയിലേക്ക് താമസ ജീവിതത്തിന് വരാനായിട്ടുള്ള കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവം ആരാണ് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാ സുഖസൗകര്യങ്ങളും മറ്റ് സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് നിന്ന് അദ്ദേഹം സഹാറ മരുഭൂമിയുടെ കാഠിന്യത്തിലേക്കും പ്രലോഭനങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞാൻ എന്തിനാണ് ഈ മരുഭൂമിയുടെ ചൂടിൽ നിൽക്കുന്നത്? കാരണം ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവം യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ആരാണ് എന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവം നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കട്ടെ. പ്രലോഭനങ്ങളുണ്ടാകുന്നു, പ്രതിസന്ധികളുണ്ടാകുന്നു, ചില കാര്യങ്ങളിൽ മാറ്റണം, അല്പം കൂടി നവീകരിക്കണം എന്ന് നമുക്ക് തന്നെ അറിയാം. അവയുടെയൊക്കെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയാം. അതോടൊപ്പം ദൈവത്തിന് മുൻപിൽ ഞാൻ ആരാണ് എന്നൊരാത്മപരിശോധന നോക്കാം. അങ്ങനെ ഈ നോമ്പുകാലത്ത് ആത്മപരിശോധനയിലൂടെയും ഒരുക്കത്തിലൂടെയും ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ട മക്കളായിട്ട് തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാ, തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാ. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. തലമുറകളുടെ ശാപത്തെക്കുറിച്ചായിരുന്നു ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ചോദ്യം. തലമുറകളെ ദൈവം ശപിക്കുമോ? ബൈബിളിലെ ചില വചനഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും ചില വചനപ്രഘോഷകർക്ക് തന്നെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ നിലപാടുകളുണ്ട് എന്നുള്ളത് സങ്കടകരമാണ്. കാരണം ദൈവം ശപിക്കുന്നു എന്ന അർത്ഥത്തിൽ വചനം പറയുന്നവർ വചനത്തെ വഞ്ചിക്കുന്നവരാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല.
ബൈബിൾ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കണം. അല്ലാതെ ഒരൊറ്റപ്പെട്ട വാക്യമെടുത്ത് ബൈബിൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ചില വാക്യങ്ങളിലുണ്ട്. പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ 20-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ഈ കൽപ്പനകൾ അനുസരിക്കുന്നവരെ 1000 തലമുറ വരെയും ഞാൻ അനുഗ്രഹിക്കും. എന്നാൽ ഈ കൽപ്പനകൾ ലംഘിക്കുന്നവരെ 3-4 തലമുറകൾ ഞാൻ ശിക്ഷിക്കും എന്ന് ദൈവം പറയുന്നു. എന്തേ അതിൻ്റെ പൊരുൾ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതായത് 3-4 തലമുറകൾ ശിക്ഷിക്കും എന്ന് ദൈവം പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതിനെ ആധാരമാക്കിയാണ് പലരും പറയുക, ദൈവം തലമുറകളെ ശിക്ഷിക്കുന്നു എന്നുള്ള ആശയം. എന്നാൽ ബൈബിളിൻ്റെ വെളിപാടിൻ്റെ ചരിത്രം ക്രമാനുഗതമായിട്ടാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നു. ബൈബിളിൻ്റെ ആരംഭ ദശകങ്ങളിൽ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം കാര്യമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചു മരണത്തോടെ എല്ലാം അവസാനിച്ചു. പല സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുതരം നിരീശ്വരവാദത്തിൻ്റെ ലാഞ്ചന കലർന്ന സങ്കീർത്തനങ്ങൾ ചിലപ്പം കാണും. മരണത്തോടെ എല്ലാം തീർന്നില്ലേ, കുഴിമാടത്തിലെല്ലാം അവസാനിച്ചില്ലേ, മൃതരുടെ ലോകത്ത് ദൈവമേ ആരാ നിന്നെ സ്തുതിക്കാനുള്ളത്, പാതാളത്തിൻ്റെ കവാടങ്ങളിൽ അസ്ഥികൾ ചിതറിക്കിടക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സങ്കീർത്തനങ്ങൾ മരണത്തിനപ്പുറത്തൊന്നുമില്ല എന്ന നിലപാടിനെ സാധൂകരിക്കുന്ന സങ്കീർത്തനങ്ങളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ധാർമ്മികത, മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ധാർമ്മികതയെ രൂപപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഒരു സ്വാധീനം കൂടിയാണ് എന്ന് തിരിച്ചറിയാം. മരണാനന്തരം ജീവിതമില്ല, മരിക്കുന്നതോടെ എല്ലാം അവസാനിക്കുമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ പരമാവധി ആനന്ദിക്കുക, സന്തോഷിക്കുക, നേടുക, സമ്പാദിക്കുക, അതിനപ്പുറത്തൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏത് അതിക്രമങ്ങൾക്കും തിന്മകൾക്കും ഒരുമ്പെട്ടു തുടങ്ങി. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥകാരൻ അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, മരണാനന്തരം ജീവിതമില്ല എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷേ ഈ ലോക ജീവിതത്തിലെ തിന്മകൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ തിരിച്ചടി കിട്ടും. ആ ചിന്തയിൽ നിന്നാണ് ദുഷ്ടനെ ദൈവം ഫന പോലെ വളർത്തി കുറെ കഴിഞ്ഞപ്പോൾ അവൻ പൊടി പോലെ ആയി തീർന്നു എന്നൊക്കെയുള്ള ആശയങ്ങൾ രൂപം കൊണ്ടത് ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ മനുഷ്യനിങ്ങനെ നോക്കിയിരുന്നു, ദുഷ്ടൻ എന്തെങ്കിലും ദുരന്തമോ ദോഷമോ സംഭവിക്കുന്നുണ്ടോ? സാവകാശത്തിൽ അവന് മനസ്സിലായി ദുഷ്ടൻ ഒരു കുഴപ്പവും പറ്റുന്നില്ല, അവൻ പന പോലെ നിൽക്കുന്നതേ ഉള്ളൂ. ഇവൻ്റെ നാശം കാണാൻ നോക്കിയിരുന്നവൻ്റെ പെടലി ഒടിഞ്ഞതേ ഉള്ളൂ, ഒരു കുഴപ്പം അവനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ സാവകാശം വിശുദ്ധ ഗ്രന്ഥകാരന്മാർ രണ്ടാമത്തെ പടിയിലേക്ക് കടന്നു വന്നു. രണ്ടാമത്തെ പടിയിൽ അവർ പറഞ്ഞു വെച്ചു, ഒരു വ്യക്തിയുടെ ജീവിതം തുടരുന്നത് ആ വ്യക്തിയുടെ സന്തതി പരമ്പരകളിലൂടെയാണ്. മരണാനന്തരം ജീവിതമില്ല, മറിച്ച് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അയാളുടെ അസ്തിത്വം തുടരുന്നത് അയാളുടെ സന്താനങ്ങളിലൂടെ. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ തിന്മ പ്രവർത്തിച്ചവന് ശരിയാം വിധത്തിലുള്ള ശിക്ഷ ഈ ലോകത്ത് കിട്ടിയില്ല എങ്കിൽ അവന് ശിക്ഷ അവരുടെ മക്കളിലൂടെ കിട്ടും എന്നവർ വിശ്വസിച്ചു. ആ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന രചനകളിലെല്ലാം തന്നെ തലമുറകൾക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള സൂചനകളുണ്ട് എന്നുള്ളതാണ് സത്യം. ഏകദേശം BC 700-നും 600-നും ഇടയിൽ ഒരു 200 കൊല്ലക്കാലത്തെ ബൈബിളിൻ്റെ ദൈവശാസ്ത്ര വിചിന്തനം ഒരു പരിധിവരെയും ഈ തലമുറകളുടെ ശാപത്തെ ന്യായീകരിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വെളിപാടിൻ്റെ വളർച്ചയിലെ ഒരു ഘട്ടമാണ്. എന്നാൽ സാവകാശം പ്രവാചകന്മാരിലൂടെ, വിശിഷ്യ എസെക്കിയേൽ, ജെറമിയ തുടങ്ങിയ പ്രവാചകന്മാരിലൂടെ ദൈവമായ കർത്താവ് വെളിപാടിൻ്റെ നാൾ വഴിയിൽ ആ വലിയ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു ദൈവജനത്തിന്. മരണത്തിൽ മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല, അവൻ നിത്യതയിൽ ദൈവത്തിങ്കലേക്ക് തിരിച്ചു പോകുന്നവനാണ് എന്ന ആ വലിയ സത്യം. അത് വെളിപ്പെട്ട് കിട്ടിയതോടെ അതുവരെയും സന്നിഗ്ധാവസ്ഥയിലായിരുന്ന പല പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം ബൈബിൾ തന്നെ കണ്ടെത്തി. അതാണ് എസെക്കിയേൽ ചോദിക്കുക 18-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, പിതാക്കന്മാർ പുളിച്ച മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പുളിച്ചു എന്ന പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ ആവർത്തിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന പ്രവാചകൻ ചോദിക്കുക. അതൊരു പഴമൊഴിയാണ്.
അതിനി പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്ന്. അപ്പൻ പുളിച്ച മുന്തിരിങ്ങ തിന്നാൽ അപ്പൻ്റെ പല്ലേ പുളിക്കുള്ളൂ, 50 കൊല്ലം കഴിഞ്ഞ് മകൻ്റെ പല്ല് പുളിക്കും എന്ന് പറയുന്നത് അബദ്ധമാണ് എന്ന പ്രവാചകൻ തിരുത്തിയത്. ജെറമായ 31 അധ്യായം 29 വചനത്തിൽ ഇതേ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ജെറമിയ തൻ്റെ ശ്രോതാക്കളുടെ കാഴ്ചപ്പാടിനെ തിരുത്തുന്നുണ്ട്. അതായത് BC 7-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവമായ കർത്താവ് തിരുത്തിയ ഒരു സത്യമാണ് തലമുറകളുടെ ശാപം എന്ന് പറയുന്ന ആശയം. BC 7-ാം നൂറ്റാണ്ടിൽ ദൈവം തിരുത്തിയിട്ട് AD 21-ാം നൂറ്റാണ്ടിലും അത് തിരുത്തിയേല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരോട് നമുക്കെന്താ പറയാനുള്ളത്? അതുകൊണ്ട് ബൈബിളിൽ തലമുറകളുടെ ശാപങ്ങളെക്കുറിച്ച് കാണുന്ന ചില വചനഭാഗങ്ങളെ മാത്രം ഉദാഹരണമായി എടുത്തുകൊണ്ട് ദൈവം തലമുറകളെ ശപിക്കും എന്നൊരു നിഗമനത്തിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൃത്യവിലോപമാണ് എന്ന് വചനപ്രഘോഷകർ മനസ്സിലാക്കണം. അത് തിരുത്തേണ്ട അടിസ്ഥാന പ്രമാണങ്ങൾ ഒന്നാണ് താൻ. ഇനി എന്താണ് ഈ തലമുറകളുടെ ശാപം ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവ് എന്ന് ചോദിച്ചാൽ, ഗലാത്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 13-ാം വചനത്തിൽ അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ ശാപങ്ങളിൽ നിന്നും വിടുതൽ നേടിയവരാണ്. നമ്മുടെ തെറ്റുകൾക്ക് നമ്മളോ നമ്മുടെ വരും തലമുറകളോ മാത്രം പിഴയടച്ച് പരിഹാരം ചെയ്ത് രക്ഷ പ്രാപിക്കേണ്ട അവസ്ഥയാണുള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ കൈവന്ന രക്ഷയ്ക്ക് പിന്നെന്താ പ്രസക്തിയുള്ളത്? എൻ്റെ വല്യപ്പനൊരു തെറ്റ് ചെയ്തു, അത് എൻ്റെ അപ്പൻ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു. അപ്പൻ അനുഭവിച്ച് തീരാത്തത് മകനായ ഞാൻ അനുഭവിച്ച് തീർക്കുന്നു. ഞാൻ അനുഭവിച്ച് തീരാത്തത് എൻ്റെ സന്തതി പരമ്പരകൾ അനുഭവിച്ച് തീർക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ യേശുവിലൂടെ കൈവന്ന രക്ഷ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? തലമുറകളുടെ ശാപം എന്ന പ്രമാണം പറഞ്ഞു നടക്കുന്നവര് ആത്യന്തികമായി ചെന്നെത്തുന്ന ദുരന്തം എവിടെയെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷയെ അവർ നിഷേധിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക്, എൻ്റെ പൂർവികരുടെ പാപങ്ങൾക്ക്, എൻ്റെ വരാനിരിക്കുന്ന തലമുറകളുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു എന്നേക്കുമായി പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്ന വിശ്വാസത്താൽ പ്രേരിതമായിട്ടാണ് പൗലോസ് പറയുക, യേശുവിലുള്ള വിശ്വാസം എല്ലാവിധ ശാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക എന്നതിന് തലമുറകളുടെ ശാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു എന്ന് തന്നെയാണ് അർത്ഥം എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആരും ഇനി തലമുറകളുടെ ശാപത്തെ ഓർത്ത് ഭയപ്പെടണ്ട. ഇനി മറ്റൊരു സാമൂഹിക വശം കൂടി ഇതിനുണ്ട്, അതുകൂടെ പറഞ്ഞാൽ അത് പൂർണ്ണമാവും. അതായത് ഒരു വ്യക്തിയുടെ തിന്മയിൽ സ്വാഭാവികമായും മനഃപൂർവമായും നാം പങ്കുചേരുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ തലമുറയിൽ 1, 2, 3 തലമുറകൾക്ക് അപ്പുറത്ത് ഒരു വലിയ കാർന്നോര് മറ്റൊരാളെ പീഡിപ്പിച്ച് അയാളെ കൊന്ന് അയാളുടെ ഭൂമി സ്വന്തമാക്കി എന്ന് വിചാരിക്കും. അപ്രകാരം ഒരു വ്യക്തി പ്രവർത്തിച്ചു എങ്കിൽ നമുക്കറിയാം ഈ ഭൂമി അതിൻ്റെ അവകാശി നമ്മളല്ല. യഥാർത്ഥത്തിൽ ഈ വല്യപ്പൻ്റെ ഗുണ്ടായുസം കൊണ്ട് ഈ വല്യപ്പൻ പിടിച്ചെടുത്തതാണ് ഈ ഭൂമി എന്നറിയാമായിരുന്നിട്ടും അതതിൻ്റെ യഥാർത്ഥ അവകാശികളുടെ പിൻഗാമികൾക്ക് കൊടുക്കാതെ നമ്മളിപ്പോഴും ആ തിന്മയിൽ ബോധപൂർവം പങ്കുചേരുകയാണെന്ന് വിചാരിക്കും. തീർച്ചയായും ആ തെറ്റിൻ്റെ ശിക്ഷ നമുക്ക് ലഭിക്കും. അത് തലമുറകളുടെ ശാപമായിട്ടല്ല, ആ തിന്മയിൽ നാം ബോധപൂർവം പങ്കുചേരുന്നത് കൊണ്ട്. ഒരു പാപമാകുന്ന എപ്പോഴാണ്? അത് പൂർണ്ണമായ അറിവോട്, സമ്മതത്തോട്, സ്വാതന്ത്ര്യത്തോടെ ചെയ്യുമ്പോൾ. തലമുറകളുടെ ശാപം എന്ന് പറയുന്നതിനകത്ത് എനിക്കറിഞ്ഞുകൂടാ 15 തലമുറയ്ക്ക് അപ്പുറത്ത് എൻ്റെ വല്യപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ എന്തേലും തെറ്റ് ചെയ്തോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അറിയാത്ത ഒരു തെറ്റ് എങ്ങനെയാ ഞാൻ പങ്കാളിയാവുക എന്നാണ് ധാർമ്മിക ദൈവശാസ്ത്രം ചോദിക്കുക. അതുകൊണ്ട് ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ വീക്ഷണം അനുസരിച്ചും പൂർണ്ണമായ അറിവോ സമ്മതമോ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത തലമുറകളുടെ ശാപം എന്ന ആശയം യുക്തിരഹിതമാണ്. അത്തരത്തിലുള്ള അബദ്ധ പ്രബോധനങ്ങൾ സത്യവിശ്വാസത്തിന് ദോഷമേ ചെയ്യൂ എന്ന് മനസ്സിലാക്കി അത്തരം പ്രബോധകർ സ്വയം തിരുത്തേണ്ട സമയമായി എന്ന് ഓർത്തു വയ്ക്കുക. ആരും തലമുറകളെ